നമസ്കാരം. സ്പിരിച്വൽ മലയാളം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഒരിക്കൽ പാർവതി ദേവിയും ശിവഭഗവാനും ഒരു മരക്കൊമ്പിൽ ഒരാളിരിക്കുന്നത് കണ്ടു. ആ മരക്കൊമ്പ് ആണെങ്കിൽ ഒടിഞ്ഞു വീഴാൻ തുടങ്ങിയിരുന്നു. ഇത് കണ്ടപ്പോൾ ആ മനുഷ്യനെ രക്ഷിക്കാൻ ഭഗവാനോട് അമ്മ പാർവതി അപേക്ഷിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഞാൻ എന്തിനാണ് അവനെ സംരക്ഷിക്കേണ്ടത്? ഭവതി അവനെ ആദ്യം കണ്ടതിനാൽ അവനെ രക്ഷിക്കേണ്ടത് ഭവതിയുടെ കടമയാണ്. അപ്പോൾ മാതാവ് ഇപ്രകാരം പറഞ്ഞു, അങ്ങയുടെ കൃപയില്ലാതെ എനിക്ക് അവനെ എങ്ങനെ സംരക്ഷിക്കാൻ കഴിയും? അങ്ങ് അവന്റെ മേൽ കൃപ ചൊരിയുന്നില്ലെങ്കിൽ അവനെ രക്ഷിക്കാൻ കഴിയില്ല. ദയവായി കൂടുതൽ വൈകരുത്. അപ്പോൾ ഭഗവാൻ മറുപടി പറഞ്ഞു, എന്നെ സഹായത്തിനായി വിളിക്കേണ്ടത് അവന്റെ കടമയല്ലേ? വിളിക്കാതെ ഞാൻ എങ്ങനെ അവന്റെ രക്ഷയ്ക്ക് പോകും? മാതൃകാരുണ്യത്താൽ ആ വ്യക്തിയെ എന്തു വില കൊടുത്തും സംരക്ഷിക്കാൻ ദേവി ആഗ്രഹിച്ചു. അപ്പോൾ ദേവി ഈശ്വരനോട് പറഞ്ഞു, ആ വ്യക്തി വീഴുമ്പോൾ അമ്മേ എന്ന് നിലവിളിച്ചാൽ ഞാൻ അവന്റെ രക്ഷയ്ക്ക് പോകും. അവൻ അപ്പ എന്ന് നിലവിളിച്ചാൽ അങ്ങ് അവനെ സംരക്ഷിക്കണം. മഹാദേവൻ ദേവിയുടെ നിർദ്ദേശം അംഗീകരിച്ചു. രണ്ടുപേരും ആ വിളിക്കായി ആകാംക്ഷയോടെ കാത്തിരുന്നു. പക്ഷേ ആ വ്യക്തി അയ്യോ എന്ന് കരഞ്ഞുകൊണ്ട് വീണു. അമ്മ എന്നോ അപ്പ എന്നോ ഉള്ള വാക്കുകൾ അവന്റെ ചുണ്ടുകളിൽ വന്നില്ല. കാരണം അവൻ തന്റെ ജീവിതകാലത്ത് ഒരിക്കലും മാതാപിതാക്കളെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിട്ടില്ല. അവന്റെ വിധി ഇങ്ങനെയായിരുന്നു. മാതാപിതാക്കളെ പൂർണ്ണമായും മറന്നുപോയ ഒരാളെ ദൈവം എങ്ങനെ രക്ഷിക്കും? നമ്മുടെ അമ്മയും അച്ഛനും തീർച്ചയായും ദൈവമാണ്. അത്തരം വികാരങ്ങളോടെ നമ്മുടെ മാതാപിതാക്കൾക്ക് നാം നന്ദി പറയുമ്പോൾ ദൈവത്തിന് പോലും നമ്മെ സഹായിക്കാതിരിക്കാൻ കഴിയില്ല.